അഹമ്മദ് മാഷേ, യെസ്, ഒരു പ്രധാനപ്പെട്ട സംശയം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, അതോ സ്വാതന്ത്ര്യ സമരത്തിനെ ഒറ്റുകൊടുക്കുകയോ കാലുവാരുകയോ ചെയ്തവരാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്? ആ ചോദ്യത്തിൻ്റെ ഈ എല്ലാ തലത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഒറ്റവാക്യത്തിൽ പറയാവുന്ന ഒരു റോളല്ല മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലത്ത് 46 കാലത്ത് ഒരു ദൃശ്യം നമ്മൾ ചരിത്രത്തിൽ തെളിവുള്ളതല്ലേ നമുക്ക് പറയാൻ പാടുള്ളൂ. ഞാൻ ചരിത്രം നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം തന്നെ ഊന്നി വളരെ വിസ്തരിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് 1946 നേവി കലാപം നടന്നല്ലോ. നേവി കലാപത്തിൽ 2 കൊടിയും ഒരുമിച്ച് ഉയർത്തിയിട്ടുണ്ട്. നാവിക കലാപത്തിൽ കോൺഗ്രസിൻ്റെ കൊടിയും സ്വാതന്ത്ര്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൊടിയും അതിൻ്റെ കൂടെ മുസ്ലിം ലീഗിൻ്റെ കൊടിയും ഉയർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് 2 പ്രസ്ഥാനങ്ങളുടെ കൊടി ഒരുമിച്ച് പരസ്പരം ശത്രുതയോടെ അന്നും ഇന്നും തുടരുന്ന പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന ഒരു ദൃശ്യം നേവി കലാപകാലത്തുണ്ട്. അത് പടമുണ്ട്, വസ്തുതയുണ്ട്, വിവരങ്ങൾ. ശത്രുതയൊന്നുമില്ല, ഒന്നിച്ചാണ്. അല്ല, കോൺഗ്രസ് ലീഗ്, ഇവിടുത്തെ കോൺഗ്രസ് ലീഗും അല്ല, അന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ്. അന്നും ഇന്നും എന്ന് പറഞ്ഞു. അതെ, അതെ, ഞാൻ അർത്ഥത്തില്ല. ദുരാഷ്ട്രവാദം ഉയർത്തുക, 2 രാഷ്ട്രങ്ങളായിട്ട് പോയി. അപ്പോൾ ജിന്ന കൊണ്ടുപോയ പാകിസ്ഥാൻ ഇന്നും ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായി തന്നെ കണക്കാക്കുന്ന അർത്ഥത്തിലാണ്. ആ ലീഗ് ഇവിടുത്തെ ഈ ലീഗിനെ കുറിച്ചല്ല. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഒന്നിച്ച് നിന്ന ദൃശ്യം അപൂർവമായിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 885 രൂപീകരിക്കപ്പെട്ടു. 906 മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട്, സർവേന്ത്യ മുസ്ലിം ലീഗ്. അതാണല്ലോ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ലീഗ്, ഓൾ ഇന്ത്യ ലീഗ്, മുസ്ലിം ലീഗ്. IUML അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ IUML എന്നാണ്. അല്ലല്ല, IUML എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലീഗിന് സ്വാതന്ത്ര്യ സമരമായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല. പക്ഷേ അവർ പറയുന്നതിലും അതിലും ഒരു അർദ്ധസത്യമുണ്ട്. ഇവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലല്ലോ മുസ്ലിം ലീഗിന്. ശക്തമായ പാരമ്പര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല, ഈ ഇന്ത്യയെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിനനുബന്ധിച്ച് ഇന്ത്യയെ വിഭജിച്ചതിൻ്റെ പാരമ്പര്യം, ഉത്തരവാദിത്തം മുഴുവനും ആൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ തലയിൽ ഉണ്ട് താനും. ആ പാപഭാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് പിൽക്കാലത്ത് ഞങ്ങൾ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ല, അതും സത്യമല്ല, ശരിക്ക് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് തന്നെയാണ്. 1947 ആഗസ്റ്റ് മാസം 14 പാകിസ്ഥാനും 15 ഇന്ത്യയും ഉണ്ടായി. ഇന്ത്യ മൊത്തം നിലനിന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ അന്ന്, മുസ്ലിം ലീഗ്. 2 രാഷ്ട്രങ്ങളായി മാറിയപ്പോൾ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് തീരുമാനിച്ചു, ഇനി 2 രാഷ്ട്രങ്ങളിലെയും മുസ്ലിം ലീഗിൻ്റെ ഭാവി അതാത് ജൂറിസ്ഡിക്ഷനിൽ വരുന്ന, അതാത് ഭൂപരിധിയിൽ വരുന്ന, ഇന്ത്യയുടെ ഉള്ളിലും പാകിസ്ഥാൻ്റെ ഉള്ളിലും വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും 2 രാജ്യങ്ങൾക്കും അകത്ത് പ്രത്യേക യോഗം ചേർന്ന് തീരുമാനിക്കണം. അങ്ങനെയാണ് ആവശ്യത്തിന് സമയമെടുത്ത് തീരുമാനിച്ചു. 1947 ഡിസംബറിലാണ് ആ തീരുമാനം എടുത്തത്. യോഗം കൂടാനുള്ള ഒരുക്കത്തിനുള്ള സമയം എടുത്തുള്ളൂ. 1948 മാർച്ച് മാസം 10 മദ്രാസിലെ രാജാജി ഹാളിൽ. കാരണം അന്ന് സൗത്ത് ഇന്ത്യയിലാണ് മുസ്ലിം ലീഗ് കുറേ കൂടി. ഇപ്പോൾ നോർത്ത് ഇന്ത്യ മുഴുവനും ഒന്നുകിൽ അവരുടെ മുഴുവൻ വീര്യവും ചോർന്നു പോയിരുന്നു. കലാപത്തെ തുടർന്നുണ്ടായ, വിഭജനത്തെ തുടർന്നുള്ള കൂട്ടക്കൊലകൾ, പോകാവുന്നിടത്തോളം ആളുകൾ, ശേഷിയുള്ളവരൊക്കെ, വണ്ടിക്കൂലിക്ക് കാശുള്ളവരൊക്കെ ഓടി പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ ദരിദ്രരും പഞ്ചപാവങ്ങളുമാണ്. അവർക്കൊരു സംഘടന ഉണ്ടാക്കാനോ. അതുമാത്രമാണോ കാരണം വിഭജനവുമായി ബന്ധപ്പെട്ട കൂട്ടക്കൊലകളിൽ അന്നത്തെ ലീഗിന് വലിയ പങ്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്, അല്ലെ? തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും നോർത്ത് ഇന്ത്യയിൽ ഡയറക്റ്റ് ആക്ഷൻ തന്നെ എന്നുള്ള ആഹ്വാനം തന്നെ അത് തന്നെയാണ്, അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ പിന്നെ മുസ്ലിം ലീഗ് എന്നുള്ള പേരിൽ നിലനിൽക്കാൻ പറ്റില്ലായിരുന്നു. അല്ല, പറ്റില്ലായിരുന്നു ഒന്ന്. മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു കൊടി പിടിച്ചാൽ അന്ന് അടി കൊള്ളുമായിരുന്നു. അടി മാത്രമല്ല, വലിയ അക്രമം നടക്കുക, ദിവസങ്ങളോളം നീണ്ട കൂട്ടക്കൊലകളല്ലേ നടന്നത്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലായിരുന്നു കുറച്ചുകൂടി സേഫായിട്ടുള്ളൊരു സോൺ. അങ്ങനെ അവർ മദ്രാസിൽ യോഗം ചേർന്നത്. 48 മാർച്ച് മാസം 10 മദ്രാസിലെ രാജാജി ഹാൾ യോഗം ചേർന്നു. അതാണ് ഇവരുടെ സ്ഥാപക തീയതി. ഇന്ത്യൻ യൂണിയൻ അവിടെ വെച്ച് ആകെ എന്താ സംഭവിച്ചത്? 2 വിപുലമായ ചർച്ച നടന്നു. ഇന്നത്തെ ബംഗാളിൽ അന്ന് ഉണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന നേതാക്കന്മാരൊക്കെ വേണ്ട, ഈ പണ്ടാരം, ആ ലീഗിനെ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷേ താരതമ്യേന മുസ്ലിം ലീഗിൻ്റെ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ബാക്കി സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സാധ്യത കണ്ട സൗത്ത് ഇന്ത്യക്കാർ ശക്തമായി വാദിച്ചു. അല്ല, ഇവിടുന്ന് പോയവരുണ്ടായിരുന്നു. ഇവിടുന്ന് KM സീതി സാഹിബ് പോയിരുന്നു, നമ്മുടെ പഴയ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടുന്ന് പോയിരുന്നു.
തമിഴ്നാട്ടിൽ നിന്ന് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരൊക്കെ ഇവിടുന്ന് പോയി സൗത്ത് ഇന്ത്യക്കാർ വാദിച്ചു. അവർക്ക് ഭൂരിപക്ഷം കിട്ടി. എന്ത്? മുസ്ലിം ലീഗ് സ്വതന്ത്ര ഇന്ത്യയിലും നിലനിൽക്കണം. ചോദ്യം ഉത്തരം ഇതാണ്. മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലനിർത്തണമോ വേണ്ടയോ എന്നാണ് ചോദ്യം. പുതിയൊരു പാർട്ടി ഉണ്ടാക്കണമെന്നല്ല, നിലനിർത്തണം എന്ന പക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടി. അങ്ങനെയാണ് മുസ്ലിം ലീഗ്. പിന്നെ എന്താ തീരുമാനം എടുത്തത്? സ്വാഭാവികമായിട്ടും ആ മുസ്ലിം ലീഗ് ഇന്ത്യ രണ്ടായി. ഒന്ന് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനുമായി, ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക്കുമായി. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് പാർട്ടിയുടെ പേര് മാറ്റി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് അവിടെ അത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് അവിടെയും പേരിട്ടു. ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പേര്. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതാണ് ഈ പഴയ വിഭജന കൂട്ടക്കൊലയുടെ മുഴുവൻ അവകാശവും അവർക്കുണ്ട്, ഇപ്പോഴത്തെ ലീഗിനുണ്ട്. സാറേ, എന്താ സംശയമുള്ളത്? മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സത്താർ സേട്ടാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം പാകിസ്ഥാനിലേക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയ ആദ്യത്തെ ആള്. അതുകൊണ്ട് പാകിസ്ഥാൻ ഭാഗത്തിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല, വിഭജനത്തിൽ പങ്കില്ല എന്നൊക്കെ പറയുന്നത് അച്ഛനെ തന്നെ തള്ളി പറയുന്നതിന് തുല്യമാണ്. അതൊന്നും അവർ പറയാൻ പാടില്ലാത്തതാണ്. വൈറ്റ് വാഷ് ചെയ്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പുതിയ പേരിട്ടു. അത് ഇപ്പോൾ ഇവർ അങ്ങനെ ഒരു ന്യായമുണ്ട്. ആ ലീഗ് 1906 ലീഗല്ല, ഞങ്ങൾ ഈ 48 ഉണ്ടാക്കിയ എന്തോ പുതിയ സാധനങ്ങൾ. അതൊന്നുമല്ല, അതൊക്കെ ചരിത്ര വിരുദ്ധമാണ്. അതൊരു പറയാൻ പാടില്ല. പറയേണ്ടത് അങ്ങനെയല്ല. ആ പാരമ്പര്യത്തിൻ്റെ മുഴുവൻ പ്ലസും മൈനസും ഞങ്ങൾ ഏറ്റെടുക്കുന്നല്ലേ പറയേണ്ടത്. ഉത്തരവാദിത്വ ബോധമുള്ളവർ അങ്ങനെ. അപ്പോൾ കയ്യിൽ ചോരക്കറ ഉണ്ടാവും. അത് പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അത് ന്യായമായി കേൾക്കണമല്ലോ. മെറിറ്റ് മാത്രം എടുത്താൽ പോരല്ലോ. അതിന്റെ അല്ല, നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്റ്റിലേക്കാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തോ? ആ ചോദ്യത്തിനും ദൃശ്യങ്ങളുണ്ട്. ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ മുമ്പിൽ ഇപ്പോൾ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ട് കുറേ കാലം. അതിൽ ഇനി ഞാൻ കാണാത്ത വല്ലതും ഉണ്ടെങ്കിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, നമ്മൾ പ്രേക്ഷകരാരെങ്കിലും. ഞാൻ പറഞ്ഞത് ഇതിൽ ഒന്നാമത്തെ കാര്യം സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് പങ്കെടുത്ത പാരമ്പര്യം ഉണ്ട് എന്ന് കാണാൻ ഒരു ദൃശ്യമേ ഞാൻ കണ്ടുള്ളൂ. ഇനി ഒറ്റിക്കൊടുത്ത പാരമ്പര്യം ഉണ്ട് എന്ന് ഞാൻ പറയും. അത് 1921 മലബാർ കലാപം. ഒരു വലിയ വൈകാരികമായ ഒരു കലാപമായിട്ട് കൊണ്ടു നടക്കുന്നതാണല്ലോ. 100ാം വാർഷികത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് രാജ്യത്തുണ്ടായത്. 1921 മലബാർ കലാപം ഉണ്ടാകുന്നത് 1920 ഡിസംബർ മാസത്തിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഖിലാഫത്ത് പ്രമേയം വരുന്നത്. മൗലാന ഷൗക്കത്ത് അലിയുടെ ഖിലാഫത്ത് പ്രമേയം ഗാന്ധിയുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അത് വന്നത്. അതിൻ്റെ പിന്നിൽ ഒരു തന്ത്രം ഉണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? അതും ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. 885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായി. ആ കോൺഗ്രസ് ഉണ്ടായ കാലത്ത് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അന്ന് മുസ്ലിം ലീഗ് ഇല്ല. അന്ന് മുസ്ലിങ്ങൾക്ക് ലീഡർഷിപ്പ് ഉണ്ട്. ഒറ്റപ്പെട്ട നേതാക്കന്മാരും മൗലാനമാരും അവർക്ക് പണ്ഡിതന്മാരും അവർക്ക് വിശ്വാസ്യതയുണ്ടായിരുന്നു. അതിലൊരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന്. അദ്ദേഹം പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ആദ്യം വിളിച്ചു പറഞ്ഞത് 1885 കോൺഗ്രസ് ഉണ്ടായപ്പോൾ ആദ്യം ഇന്ത്യയിൽ മുഴങ്ങിയ വെടി, ഒരൊറ്റ മുസൽമാനും കോൺഗ്രസ് ചേരരുത്. അതിനെന്തായിരുന്നു കാരണം എന്നറിയോ? അദ്ദേഹം പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, കോൺഗ്രസിൽ ചേർന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്ന കാലത്ത് 885, 86, 87, 90 വരെയൊക്കെയുള്ള കാലത്ത് കോൺഗ്രസ് ഒരു ക്ലബ്ബായിരുന്നു. പ്രോ ബ്രിട്ടീഷ് ക്ലബ്ബായിരുന്നല്ലോ. ബ്രിട്ടീഷ് മഹാറാണി തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ലയൺസ് ക്ലബ്ബ് പോലൊരു ക്ലബ്ബായിരുന്നു. എല്ലാ കാലത്തും ബ്രിട്ടീഷ് മഹാറാണിക്ക് ഇങ്ങനെ സ്തുതി പാടി പ്രമേയം പാസ്സാക്കിയിരുന്നൊരു കാലമാണ്. പക്ഷെ അന്ന് ദീർഘവീക്ഷണത്തോടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ സ്വഭാവം മാറും. ബ്രിട്ടീഷുകാർക്കെതിരായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചേക്കും. അതുകൊണ്ട് അത് മുസ്ലിം സമുദായത്തിനായിരിക്കും ഏറ്റവും ദോഷം ചെയ്യുക. അതുകൊണ്ട് നമ്മളതിൽ ചേരരുത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിനെ മുളയിലേ തകർക്കാൻ ശ്രമിച്ച പാരമ്പര്യം. ഇനിയിപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ലീഗല്ലല്ലോ എന്ന് പറയും. അതാർക്കും പറയാൻ കഴിയില്ല. അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ചെയ്തത് ബ്രിട്ടീഷുകാരുടെ സകലമാന ആനുകൂല്യത്തോടും കൂടി. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ചെയ്തത് ഒന്നാം ശിപായി ലഹളയ്ക്ക് ശേഷം 1857 ശിപായി ലഹളയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ കലാപത്തിലേക്ക് പോകാതിരിക്കാൻ മുസ്ലിങ്ങളെ സമാധാന പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ കലാപത്തിലേക്ക് പോവാതിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തോട് ആനുകൂല്യം വന്നു. ആ ആനുകൂല്യം ബ്രിട്ടീഷ് അനുകൂലമായി. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം കോൺസ്റ്റിറ്റ്യൂഷൻ, അതാ നാട് ഭരിക്കുന്ന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ പറ്റി വേണം സമുദായത്തിന് പുരോഗതി നേടാൻ. അതുകൊണ്ട് അദ്ദേഹം ഒരു കോളേജിൻ്റെ ഇന്നത്തെ അലീഗറിൽ
മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് MAO കോളേജിന് ഒരു അപേക്ഷ സമർപ്പിച്ചു. വൈസ്രോയി അതിന് അനുമതി കൊടുത്തു എന്ന് മാത്രമല്ല വലിയ ഗ്രാൻഡ് കൊടുത്തു. വൈസ്രോയി വന്ന് തറക്കല്ലിട്ടു. അതാണ് പിൽക്കാലത്ത് അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പേര് വിട്ടു കൊടുത്തു. അതാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ മുഴുവൻ ഗ്രാജുവേറ്റ്സിൻ്റെയും ഒരു യോഗം പിൽക്കാലത്ത്. അപ്പോഴേക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മരിച്ചിരുന്നു. 889. അതായത് പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയതിന് കിട്ടിയ സമ്മാനമാണ് അലിഗഡ് സർവകലാശാല പോലും. ഞാൻ പറയാം, അലിഗഡ് സർവകലാശാല അതിന് കിട്ടിയതാണ്. ഒന്ന് അതിന് ഇനി ഞാനായിട്ട് അപ്പോഴേക്ക് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഈ കോളേജൊക്കെ സ്ഥാപിച്ചു, വലിയ യൂണിവേഴ്സിറ്റിയായി, സന്തോഷത്തോടെ അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത തീരുമാനം വന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയ മുഴുവൻ ഗ്രാജുവേറ്റ്സിൻ്റെയും ഒരു യോഗം ബംഗാളിലെ നവാബ്, അന്ന് പലയിടത്തും മുസ്ലിം രാജാക്കന്മാർ ചക്രവർത്തിമാരാണല്ലോ, ബംഗാളിലെ നവാബ് സലീമുല്ല ഖാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഡാക്കയിലെ കൊട്ടാരത്തിൽ വിളിച്ചു ചേർത്തു. 1906 ഡിസംബർ മാസം 30 ആ യോഗമാണ് തീരുമാനിച്ചത്, നമുക്കിങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ട് പിന്നെ നാട് നന്നാക്കിയാൽ മാത്രം പോരാ, രാഷ്ട്രീയമായ ശക്തിയാവണം. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അന്നെടുത്ത നിലപാടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് പിൽക്കാലത്ത് ഡിസംബർ 30 ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ ജിന്ന അതിലില്ല, പിന്നീടാണ് ജിന്ന ലോ ഒക്കെ പഠിച്ചു വന്നിട്ട് ജിന്ന ലീഡർഷിപ്പിൽ വരുന്നത്. ആദ്യകാലത്ത് ജിന്ന സ്വീകരിച്ച സമീപനം എന്താണെന്നറിയോ? കോൺഗ്രസ് ആസ് ലോങ് ആസ് അതൊരു ഒരു 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 പ്രോ ബ്രിട്ടീഷ് ക്ലബ്ബായിരിക്കുന്ന കാലത്തോളം ജിന്നയും കോൺഗ്രസ്സിൽ നിന്നു. പിന്നെ പതുക്കെ ജിന്നക്ക് ഈ മുസ്ലിം ലീഡർഷിപ്പിൽ ആണ് കുറേ കൂടി സാധ്യതയുള്ളതെന്ന് കണ്ടപ്പോൾ, അറിയാലോ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ എല്ലാവരും ഉണ്ടല്ലോ, വേറിട്ടൊരു പാർട്ടി അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വന്നു. അപ്പോഴും അദ്ദേഹം ഒരു ചെയ്തത് 1920 ഈ നാഗ്പൂർ സമ്മേളനം വരെ എവിടെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുവോ അതേ പന്തലിന് വേറെ കാശ് കൊടുക്കണ്ടല്ലോ, അതേ പന്തലിൽ ലീഗ് സമ്മേളനം നടക്കും. ഭായി ആയിരുന്നു. ഈ കോൺഗ്രസ് ലീഗ് മുന്നണി ഇപ്പം ഉണ്ടായതല്ല, പന്തയുണ്ട്. അങ്ങനെ വന്നതാണ്. അങ്ങനെ അതിന് അറുതി വന്നത് എപ്പോഴാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ ഖിലാഫത്ത് പ്രമേയം. ജിന്നയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. ഇവരിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവർ കത്തി ഊരിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ കലാപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കലാപത്തെ എതിർത്ത പാർട്ടി മുസ്ലിം ലീഗാണ്. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ഒന്ന്, ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കും, കൂട്ടക്കൊല ചെയ്യും. കാരണം ഒരു സർവായുധ സജ്ജമായ സാമ്രാജ്യത്തിനെതിരായിട്ട് ഈ കമ്മ്യൂണിറ്റി ഇളക്കി വിടാനാണ് ഖിലാഫത്ത് ഇതിനോട് ചേർക്കുന്നത്. കാരണം മഹാത്മാഗാന്ധി പറയുന്ന ഈ അഹിംസയൊന്നും ഈ കമ്മ്യൂണിറ്റിക്ക് അറിഞ്ഞൂടാ. അവർക്ക് ആകെ കത്തിക്ക് കത്തി, വാളിന് വാള്, വെട്ടിന് വെട്ട്, അതേ അറിഞ്ഞൂടൂ. ആ ദൗർബല്യം ജിന്നക്കറിയാം. അതുകൊണ്ട് ചെയ്യരുത്, ജിന്ന ചെയ്യുന്ന അക്രമമാണെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. ഭൂരിപക്ഷം കിട്ടി, കോൺഗ്രസ് സമ്മേളനത്തിൽ പാസ്സായി. അന്ന് മുതൽ മുഹമ്മദ് അലി ജിന്ന ഇറങ്ങിപ്പോകുന്നു. മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിയും തമ്മിൽ വിയോജിക്കുന്ന ആദ്യത്തെ സന്ദർഭം ഖിലാഫത്ത് പ്രമേയമാണ്. പിന്നെ കാണുന്നത് ജിന്നയുടെ പ്രസ്താവനയ്ക്ക് വലിയ വിലയുണ്ടായി. ഖിലാഫത്ത് എവിടെയൊക്കെ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടോ ലീഗ് അതിനെ ഒറ്റിക്കൊടുത്തു. എവിടെയൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധമായ കലാപങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ അത് ഒറ്റിക്കൊടുത്തു. ഏറ്റവും ഒടുവിലത്തൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞു, അത് വളരെ വിശദമായി പറയണ്ടേ. 921 പോരാളികളിൽ അവസാനമായി ഒളിത്താവളങ്ങളിൽ നിന്ന് അനുയായികളൊക്കെ പോയി കീഴടങ്ങി അവസാനം 6 ആളും വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയും ബാക്കിയായി ചോക്കാട് മലയിൽ. അവസാനം അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഒറ്റിക്കൊടുത്തതും കൊണ്ടുപോയി കാണിച്ച് പിടിച്ചു കൊടുത്തതും അക്കാലത്തൊരു മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. മനസ്സിലായോ? അപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന പാരമ്പര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം ലീഗിൻ്റെ പിൽക്കാലത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊരമ്പയിൽ അഹമ്മദ് ഹാജി. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മലബാർ കലാപകാലത്ത് വാര്യംകുന്നനും കൂട്ടരും വന്നിട്ട് എൻ്റെ വല്യപ്പാൻ്റെ കടയും ഒക്കെ കൊള്ളയടിച്ചു. 2 കാര്യമുണ്ട്. വാര്യംകുന്നൻ കൊള്ളക്കാരനായിരുന്നു എന്ന് കൊരമ്പയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 2, എന്തുകൊണ്ടായിരിക്കും കൊരമ്പയിൽ അഹമ്മദ് ഹാജിയുടെ കുടുംബത്തെ അന്ന് കൊള്ളയടിക്കാൻ വന്നത്? 2 കാരണം കൊണ്ടായിരിക്കുമല്ലോ. ഒന്ന്, അന്ന് ഈ കലാപത്തെ ഒറ്റിക്കൊടുക്കാൻ നിന്നതിൽ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കലാപത്തെ സ്വാതന്ത്ര്യസമരം, ഇപ്പോൾ 921 കലാപം സ്വാതന്ത്ര്യസമരമാണോ അല്ലേ എന്ന തർക്കം അവിടെ ഇരിക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അതിന് ഇപ്പോഴും പെൻഷൻ കിട്ടുന്നുണ്ട്, സ്വാതന്ത്ര്യസമരമായി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ആ തർക്കം വേറെ നിൽക്കാം. അത് വളരെ വേഗത്തിൽ, അത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒറ്റ വാക്യത്തിൽ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. ബ്രിട്ടീഷ് വിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായിട്ട് ആരംഭിച്ച ഒരു വർഗ്ഗസമരം അതിവേഗത്തിൽ കഴിയുന്നു പോവുകയും
അതിവേഗത്തിൽ ഹിന്ദു വിരുദ്ധമായ കലാപമായി തീരുകയും ഹിന്ദുക്കളെ നിഷ്ഠൂരമായി കൂട്ടക്കൊല ചെയ്യുകയും ചെയ്ത ഒരു കലാപമാണ് എന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏറെക്കുറെ ആളുകൾ സമ്മതിച്ചും വരുന്നു. ചരിത്രകാരന്മാർക്ക് വേറെ വഴിയൊന്നുമില്ല. ഭരണകൂടത്തിൻ്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനനുസരിച്ച് ചരിത്രത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല. അപ്പോൾ 921 കലാപത്തെ പോലും ഒറ്റിക്കൊടുത്ത പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. അതാണ്. ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എവിടെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. എന്നാൽ 906 തൊട്ട് 47 വരെ എന്ന് പറഞ്ഞാൽ 41 കൊല്ലത്തെ പാരമ്പര്യമുണ്ടല്ലോ മുസ്ലിം ലീഗിന്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 41 കൊല്ലം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നല്ലോ. ആ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ സ്വന്തമായി നേവി കലാപകാരികൾ മുസ്ലിം ലീഗിനോട് അനുഭാവം ഉണ്ടായിരുന്ന നേവി കലാപം ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശത്ത് കൂടി ഉള്ളവരായിരിക്കും അവർ ബ്രിട്ടീഷുകാരുടെ അവർ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കൊടി ആ കപ്പലുകൾക്ക് മുകളിൽ അന്ന് കോൺഗ്രസിൻ്റെ കൊടിയോടൊപ്പം കെട്ടിയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ 906 തൊട്ട് 47 വരെയുള്ള കാലത്ത് ആൻറ്റി ബ്രിട്ടീഷ് മുദ്രാവാക്യം മുഴക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായി ഒരു സമരം നയിച്ചതിൻ്റെ അനുഭവങ്ങൾ വേറെ ചരിത്രത്തിൽ കാണാനുമില്ല. അല്ല, കൊടി കെട്ടി എന്നതുകൊണ്ട് അതിനെ എതിർത്തൊന്നും വേണ്ട. ഏതെങ്കിലും ഒരാൾ സ്വന്തം ഇച്ഛപ്രകാരം കെട്ടിയതാവാനും മതി. ആവാം. പക്ഷേ ആ കലാപത്തിൽ മുസ്ലിം ലീഗ് പങ്കെടുത്തു എന്ന് ചരിത്രത്തിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പടയാളികളും കൂടി പോരാളികളും കൂടി പങ്കെടുത്തു. ഇതൊക്കെ ചേർന്നാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. പക്ഷേ അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. വേറൊന്നും പറയാനില്ല. അവർ പോലും പറയാറില്ല. അവർ പോലും പറയുന്നില്ല. അവർ നടത്തിയ കലാപങ്ങളൊക്കെ ഏതിനാണ്? പ്രത്യേക മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ള കലാപം. ഒക്കെ വിഭജനത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ള. അടിസ്ഥാന സമരം മുഴുവൻ ദുരാഷ്ട്രവാദമാണ്. പാകിസ്ഥാന് വേണ്ടിയുള്ള ഡയറക്റ്റ് ആക്ഷനാണ്. ഇത് മുഴുവനും അങ്ങനെയാണ്. ഈവൻ ഭാരതത്തിൻ്റെ ദേശീയത, ഐക്യം, അല്ലെങ്കിൽ സകല ജനങ്ങളുടെയും പുരോഗതി, ഇതൊന്നും ലീഗിൻ്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അജണ്ട, എനിക്ക് തോന്നുന്നത് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ അജണ്ട നിർണ്ണയിച്ചിരുന്നത് വലിയ തോതിൽ ഈ 2 കൂട്ടരാണ്. അത് സാറിന് ഈ ചരിത്രത്തിലെ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ 947 വരെയുള്ള അവിഭക്ത ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് നോക്കിയാൽ മതി. 2 വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകിൽ എല്ലാവരുടെയും മിക്ക നേതാക്കളുടെയും പേരിൻ്റെ കൂടെ സർ ഉണ്ടാവും. ബ്രിട്ടീഷുകാർ രവീന്ദ്രനാഥ് ടാഗോർ ഉൾപ്പെടെയുള്ള ആളുകൾ സർ ബിരുദം വലിച്ചെറിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരൻ്റെ ഒത്താശ വേണ്ട, ഓശാരം വേണ്ട, നിൻ്റെ ഒരു അലങ്കാരങ്ങളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വിട്ടുവീഴ്ചയില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പൊരുതുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സകലമാന നേതാക്കന്മാരും മൗലാനമാരും സർ ബിരുദം 4 കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും എടുത്തോളൂ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് ആരായിരുന്നു അറിയോ? ആരായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായതോടെയാണ്? മുസ്ലിം ലീഗ് ഉണ്ടായത് നവാബ് മഹാരാജാവ്, ബംഗാളിലെ മഹാരാജാവ് നവാബ് സലീമുള്ള ഖാൻ്റെ കൊട്ടാരത്തിലാണ്. രാജാക്കന്മാരായിരുന്നു ഇതിൻ്റെ ആദ്യകാലത്തെ പ്രസിഡന്റുമാർ മുഴുവൻ. അഖിലേന്ത്യാ തലത്തിൽ രാജാക്കന്മാരുടെ പാർട്ടിയാണ്. എന്നുവെച്ചാൽ നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ച പാർട്ടി, നാട്ടുരാജാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടി നിലകൊണ്ട പാർട്ടി. നാട്ടുരാജാക്കന്മാർ ഒരു കാലത്തും ബ്രിട്ടീഷുകാർക്കും എതിരായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും എതിരായിരുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടിയുമായിരുന്നില്ല. ഇനി ബ്രിട്ടീഷുകാർ കൊടുത്ത എല്ലാ ഓശാരങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി കേട്ടാൽ സാറ് അത്ഭുതപ്പെട്ടു പോകും. മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോൾ അന്നത്തെ ഇന്ത്യൻ റെയിൽവേ ആലോചിച്ച് നോക്കണം, ഇന്ത്യൻ റെയിൽവേ പ്രത്യേക തീവണ്ടി ഏർപ്പാടാക്കി അനുവദിച്ചു കൊടുത്തു ബ്രിട്ടീഷുകാർ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിന്. എന്താ കാരണം വെച്ചാൽ 2 കാരണം. ഒന്ന്, മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ ആവശ്യമാണ്. 2, മുസ്ലിം ലീഗ് മുഖാമുഖം അന്ന് മഹാത്മാഗാന്ധിക്കെതിരാണ്. ഗാന്ധിക്കെതിരായിട്ട് ഇവർ പാടി പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പാട്ടുകളിൽ എന്തുമാത്രം മഹാത്മാഗാന്ധി ശരിക്കും ബ്രിട്ടീഷുകാരൻ്റെ പാദങ്ങളിൽ കിടന്ന ഒരു ചോറ്റുപട്ടിയായിരുന്നു. തീർച്ചയായിട്ടും അന്ന് തീർച്ചയായിട്ടും ആ ഒരു റോളിലാണ് മുസ്ലിം ലീഗിനെ കാണേണ്ടത്. ഇനി ആ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി ഇപ്പോൾ ഈ ഒറ്റ കാര്യം കൂടി എന്നോട് ചേർത്ത് പറഞ്ഞാൽ പൂർത്തിയാവും. സാറിന് എന്നാണ് മുസ്ലിം ലീഗ് മലബാറിൽ കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് ഉണ്ടായത് എന്നാണെന്നറിയാം? 906 ആ കാലത്തും പരിസരത്തൊന്നും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തൊട്ട് മുമ്പ് എന്നുവെച്ചാൽ പാകിസ്ഥാൻ പ്രമേയം വരുന്നത് 40-ലാണ്. അതിൻ്റെ 3 കൊല്ലം മുമ്പ് 937-ലാണ് കേരളത്തിൽ ആദ്യമായി ലീഗിനൊരു കമ്മിറ്റി വരുന്നത്. അന്ന് കേരളമില്ല, അന്ന് മലബാറേ ഉള്ളൂ. ബ്രിട്ടീഷ് മലബാറിൽ മുസ്ലിം ലീഗിന് ആദ്യമായി ഒരു ജില്ലാ കമ്മിറ്റി വരുന്നത് 1937-ലാണ്. നമ്മുടെ ഇന്നത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ച്, ഇന്നത്തെ ഒരു സങ്കല്പം വെച്ച് ആരായിരിക്കും അതിൻ്റെ അധ്യക്ഷനാവുക? അക്കാലത്ത് ലഭ്യമായ ഏറ്റവും വലിയൊരു ഒരു സിദ്ധനാവാനുള്ള സാധ്യത ഉറപ്പായിട്ടും ആയിരുന്നില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ ആദ്യത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അറക്കൽ സുൽത്താൻ അബ്ദുറഹ്മാൻ ആലി രാജ ആയിരുന്നു.
ഇതാണ് മഹാരാജാക്കന്മാരും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് രാജവാഴ്ചയുടെ ഏജൻറ്റുമാരായിട്ടല്ലാതെ ഒരിക്കലും ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ്, ഒരു സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു അജണ്ടയും ഒരു വാക്കും ഒരു ഐഡിയോളജിയും മുസ്ലിം ലീഗിൻ്റെ അജണ്ടയിൽ കാണാം. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പാർട്ടിയൊക്കെയാണെന്ന് ഇവർ പറയാറുണ്ട്. എവിടെയെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നല്ലതാണ്. അതൊരു വെല്ലുവിളിയാണ്. അത് വെല്ലുവിളിയാണ്. ഞങ്ങളൊക്കെ മലബാറിൽ ജീവിച്ച കാലത്ത് മീൻസ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതെന്നും അത് ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനോടൊക്കെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സാമാന്യം തലക്കകത്ത് ആൾപ്പാർപ്പുള്ളവരൊക്കെ വിയോജിച്ച് തുടങ്ങുന്നത് അവിടെയാണ്. മുസ്ലിം ലീഗ് എവിടെയാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ ചരിത്രത്തിലുണ്ട്, ലെജൻഡാണ്. കേരള മുസ്ലിങ്ങൾക്കെങ്കിലും ലെജൻഡാണ്. ഇന്ത്യൻ ദേശീയതയിൽ മാറ്റി നിർത്താനാവാത്തൊരു ലെജൻഡാണ്. പക്ഷേ മുസ്ലിം ലീഗിലെ ഒരു പേര് തത്തുല്യമായിട്ട് എവിടെയാണ്? ശരിയാണ്, ഒരു പേരും പറയാനില്ല അല്ലേ? അബ്ദുറഹിമാനെ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ അക്കിത്തം, എടശ്ശേരി, അബ്ദുറഹിമാനെ കുറിച്ച് കാവ്യങ്ങൾ എഴുതിയവരാണ് മലയാളത്തിലെ എല്ലാ കവികളും. എന്നാൽ ഒരു ലീഗ് നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു ലീഗ് നേതാവിനെ കുറിച്ച് വലിയ ചോദ്യമാണത്. ആ ചോദ്യം ഒരു ചലഞ്ചായിട്ട് ലീഗിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും ഇത് പറയുന്നില്ല. അത് പറയാതിരിക്കുന്നത് സൗകര്യമാണ്. ചിലതൊക്കെ ചിലരെ ഓർമ്മിപ്പിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ചോദിക്കേണ്ട ഒരു ചോദ്യം വളരെ സിമ്പിളാണ്. ഞങ്ങൾ അതിന് മുസ്ലിം ലീഗ് കാണിക്കുന്ന ഏറ്റവും സമർത്ഥമായ ഗിമ്മിക്കാണ് സാറ് നേരത്തെ പറഞ്ഞത്. 48-ന് മുമ്പ് അങ്ങനെ പാർട്ടിയേ ഇല്ലല്ലോ. ഏത് പാർട്ടി? ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലല്ലോ. ബാപ്പാനെ തള്ളിപ്പറയാന്നാണ് ഞാൻ പറയാം. ജിന്നയെ കേട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരില്ലേ? ജിന്ന ഉണ്ടാക്കിയ, എന്തൊക്കെ പറഞ്ഞാലും ജിന്ന ഉണ്ടാക്കിയ ഒരു ചരിത്രപരമായ വ്യക്തിത്വം ഉണ്ടല്ലോ, അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് ഇന്ത്യ. അതെ അതെ. പക്ഷേ ജിന്ന വേറൊരു കാര്യമുണ്ട്. ജിന്ന അദ്ദേഹത്തിൻ്റെ പ്ലാന് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞ ലീഡറാണ്. യാതൊരു തർക്കമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് പാകിസ്ഥാൻ. കിട്ടിയിട്ടേ അടങ്ങുള്ളൂ, നേടിയിട്ടേ പോവുള്ളൂ. ഞാൻ അതിൻ്റെ വൈസ്രോയി വന്നിട്ട് പറഞ്ഞു, ഗവർണർ ജനറൽ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ. വിഭജനക്കാലത്ത് 2 രാജ്യത്തിൻ്റെയും ഗവർണർ ജനറൽ പഴയ വൈസ്രോയി ആയിരിക്കും. ഗാന്ധി ശരി സർ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ജിന്ന പറഞ്ഞു, പോടാ, ഞങ്ങൾ ഇന്നലെ വരെ നിങ്ങളെ ബഹുമാനിച്ചിട്ടൊക്കെ ഉണ്ടാവും, അതല്ല കാര്യം നേടിക്കഴിഞ്ഞാൽ ബഹുമാനിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇനി ഇത് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്, ഇതിൻ്റെ ഗവർണർ ജനറൽ ഞാൻ തന്നെ. ജിന്നയാണല്ലോ, ഓർമ്മയില്ലേ? ചരിത്രം അതാണ്. അതാണ് ജിന്ന. അല്ല, മറ്റൊന്നുകൂടെ പറയും, ഗാന്ധി ഉണ്ടായിരുന്ന ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി, ജിന്ന ഒരു രാഷ്ട്രമുണ്ടാക്കി രാഷ്ട്രപിതാവായി. ആണ്, സ്വന്തമായിട്ടുണ്ടാക്കി. കറക്റ്റാണ് ആ പ്രയോഗം. ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അത് ഉണ്ടാക്കിയെടുത്തു അദ്ദേഹം. അത് ആ രാഷ്ട്രത്തിൻ്റെ. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, പിൽക്കാലത്ത് അദ്ദേഹത്തിന് നേരെ പറഞ്ഞാൽ രാഷ്ട്രീയമായ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ തത്തുല്യമായ ഇപ്പോൾ ഈ പറഞ്ഞ ഗവർണർ, ഒരു പരമാധികാരി ആവാനുള്ള ഒരു ഈഗോ മാത്രമാണ് സത്യത്തിൽ ഈ വിഭജനത്തിലേക്കൊക്കെ നയിച്ചത്. അതെ, അദ്ദേഹത്തിന് ഇവിടെ ആക്കിയാൽ മതിയായിരുന്നു. അത് ഗാന്ധി ഒരിക്കൽ വെച്ചിട്ടുണ്ട്. അതെ, നെഹ്റുവും കൂട്ടരും സമ്മതിച്ചില്ല. മാത്രമല്ല അദ്ദേഹത്തിന് വലിയ ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം ഉണ്ടായിരുന്നു. അധികകാലം ജീവിച്ചിരിക്കില്ലായിരുന്നു. ആ തൽക്കാലത്തേക്കെങ്കിലും ജിന്നയെ പിന്തിച്ചാൽ മതിയായിരുന്നു. സ്വാതന്ത്ര്യം കുറച്ച് ലേറ്റ് ആക്കിയാൽ മതിയായിരുന്നു. അല്ല, ജിന്നയെ കുറച്ച് കാലത്തേക്കെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. ജിന്ന മരിച്ചു പോകായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ അത് ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഇവർ ഈ 2ആയി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ കോൺഗ്രസ്സിന് വലിയ ശത്രുത ഉണ്ടായിരുന്ന 2 പേരന്ന് അത് ഓർക്കേണ്ടതാണ്. ഇൻ്റലക്ച്വലി അംബേദ്കറെ വലിയ ശത്രുതയോടെ, അംബേദ്കർ കോൺഗ്രസിനെതിരെ ഒരു നയാ പൈസയുടെ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ. ILP, കോൺഗ്രസ്, ഇന്ത്യൻ ലേബർ പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഒരു ദിവസം കോൺഗ്രസ് ചേർന്നിട്ടില്ല പറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് അംബേദ്കറോട് ഉണ്ടായിരുന്ന അതേ ശത്രുത. അംബേദ്കർ പേടിയായിരുന്നു. അംബേദ്കറെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. ആ പ്രതിഭയുടെ മുമ്പിൽ, ആ വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ പേടിയായിരുന്നു. ജിന്നയെ വേറൊരു തരത്തിൽ പേടിയായിരുന്നു. ജിന്നയുടെ ഈഗോയെ പേടിയായിരുന്നു. ജിന്ന ഒരു പ്ലാൻ ഇട്ടാൽ നേടിയിരിക്കും. അപ്പോൾ ജിന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമെന്ന് തീരുമാനിച്ചാൽ ജിന്നയെ ഇവിടെ നിർത്തിക്കൊണ്ട് അയാളെ വിൻ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ കാര്യം. അല്ല, മാത്രമല്ല സാർ, നമ്മൾ പറയുന്നു ജിന്നയാണ് വിഭജനത്തിൻ്റെ ആളെന്ന്. അല്ല, വിഭജനം ഉണ്ടാക്കിയത് നെഹ്റുവാണ്. വലിയ പങ്കുണ്ട്. ഗാന്ധിയുടെ തന്നെ വാക്കുകളിൽ ആ വേദനയുടെ ഒരു ആഴം നമ്മൾ വായിച്ചെടുത്താൽ നെഹ്റുവിന് അതിൽ പങ്കുണ്ട് എന്ന് വായിക്കാൻ പറ്റും. ശരിയാണ്. എന്തായാലും ഈ ചോദ്യമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയാത്ത കാര്യങ്ങളാണ്. ആളുകൾ പഠിക്കട്ടെ, പുതിയ വിദ്യാർത്ഥികൾ മുസ്ലിം അന്വേഷിച്ച് പോട്ടെ. എതിരഭിപ്രായമുള്ളവർ ഫാക്ട്സ് വെച്ച് നമ്മളോട്
കയർക്കട്ടെ, കലഹിക്കാൻ വരട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. അതിനാ നമ്മൾ കാത്തിരിക്കുന്നത്. അതെ 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 അതെ, അതെ. അങ്ങനെ ഒരു ഡിബേറ്റ് വരട്ടെ. വരട്ടെ, അങ്ങനെ വരട്ടെ, തീർച്ചയായും. ഇങ്ങനെയല്ല എന്ന് പറയാൻ, ഇതിനെ ഞാൻ ഖണ്ഡിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം, നമ്മുടെ ഫോറം റെഡിയാണ്. എപ്പോഴും വരാം. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർക്കും വരാം. തീർച്ചയായും. ഓപ്പൺ ചാലഞ്ചാണ്. തീർച്ചയായിട്ടും. അഹമ്മദ് മാഷ് ഉണ്ടാവും. ഞാനുണ്ട്. ഇപ്പുറത്തെ കസേരയിൽ അങ്ങനെയുള്ളവർക്ക് ഇരിക്കാം. യെസ്. ഈ വെല്ലുവിളി ആരെങ്കിലും സ്വീകരിക്കട്ടെ. കാത്തിരിക്കാം നമുക്ക്. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.